അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയത്തിന്റെ മുഴുവൻ ബറക്കത്തുകളും പോരിശകളും നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ പല പ്രയാസങ്ങളും പറഞ്ഞു ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആരക്കണം, എല്ലാവർക്കും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിക്കണം. അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ തീർത്തു തരണേ റബ്ബേ. റബ്ബേ, കടബാധ്യതരുണ്ട്, കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. രോഗികളുണ്ട്, ശിഫാ നൽകണേ അല്ലാഹ്. വിവാഹപ്രായം എത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ റഹ്മാന്. വീടില്ലാത്തവരുണ്ട്, ഹൈറായ വീട് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, ഹൈറായ മക്കളെ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെയൊക്കെ ആഖിബത്തും നീ നന്നാക്കി തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പവർഫുള്ളായ ചില സൂറത്തുകളും നമുക്ക് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് യജമാനായ റബ്ബിനോട് നമ്മളുടെ ആവശ്യം നേടിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ വളരെ ചെറിയൊരു സൂറത്തുണ്ട്. ഇന്ന് നമുക്ക് ആ സൂറത്ത് കുറച്ച് ഓതാം. എന്താണെന്നറിയോ, നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരാണ്. ചില ആളുകൾ ജോലി അന്വേഷിക്കുന്ന ആളുകളുണ്ട്. മക്കൾക്ക് ജോലി, അല്ലെങ്കിൽ ഭർത്താവിന് ജോലി, ഭാര്യയ്ക്ക് ജോലി, ആർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ജോലി സംബന്ധമായി ശരിയാകാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ബിസിനസ് നോക്കിയിട്ട് ബിസിനസ് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എഴുതിയിട്ട് ഇൻ്റർവ്യൂ പാസ്സാകുന്നില്ല, അല്ലെങ്കിൽ മറ്റ് ജോലികളിലേക്ക് കയറിയിട്ട് അതൊന്നും ഒരു റാഹത്തായി കിട്ടുന്നില്ല, ഗൾഫ് മേഖല നോക്കിയിട്ട് അവിടെയും ശരിയാകുന്നില്ല. ഇങ്ങനെ ജോലി സംബന്ധമായി പ്രയാസപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ വീടുപരമായിട്ട് എന്ത് ചെയ്യുക, വീട് വെക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, വീട് വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, പറമ്പ് വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, വാങ്ങാൻ കഴിയുന്നില്ല, ഇങ്ങനെ തുടങ്ങി വാഹനവുമായി ബന്ധപ്പെട്ട വിഷമം. ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന മേഖലകളിൽ ഒരു വിജയം കിട്ടാതെ ഇരിക്കുന്ന ആളുകൾ, അങ്ങനെ വിഷമമുള്ളവരാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ചെറിയ സൂറത്ത് കൈമുതലാക്കിക്കോ. മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. സൂറത്തുൻ നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. കേവലം ചുരുങ്ങിയ ആയത്ത്, 3 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൻ നസ്ർ ആരെങ്കിലും ഒരാൾ സ്ഥിരമായി പതിവാക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾ ചെയ്യുന്ന മേഖലകൾ മുഴുവൻ അല്ലാഹു ഫതഹ ചെയ്തു കൊടുക്കും, വിജയം ചെയ്തു കൊടുക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിജയത്തിലാക്കി തരുമാറട്ടെ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് സൂറത്തുൽ നസ്ർ ഓതാം. ഓതുന്ന സമയത്ത് നമ്മൾ ഓരോ സൂറത്ത് ഓതുമ്പോഴും നമ്മുടെ കൽബിൽ എന്ത് വേണം? മുറാദ്. അല്ലാഹുവേ, എൻ്റെ ഇന്നാലിൻ്റെ വിഷയം നീ വിജയിപ്പിച്ചു തരണേ അല്ലാഹ്, ഇന്നാലിൻ്റെ കാര്യം നീ ഫതഹാക്കി തരണേ അല്ലാഹ്. ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടാവണം എന്ത് ചെയ്യേണ്ടത്, ഈ സൂറത്ത് നമ്മൾ ഓതേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. എല്ലാവരും ഒരുമിച്ച് കൂടെ ഓതുക ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ റബ്ബേ, വന്നുപോയ പാകപ്പിഴവുകൾ നീ മാപ്പ് ചെയ്യണേ അല്ലാ. ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തുടങ്ങി വെച്ച സകല മേഖലകളും നീ ഫത്ഹ് നൽകണേ അല്ലാ. ജോലിയിൽ വിജയം നൽകണേ അല്ലാ, ബിസിനസ്സിൽ വിജയം നൽകണേ അല്ലാ, പരീക്ഷകളിൽ വിജയം നൽകണേ അല്ലാ, ദാമ്പത്യത്തിൽ വിജയം നൽകണേ അല്ലാ. റബ്ബേ മക്കളിൽ ഫത്ഹ് നൽകണേ റഹ്മാനെ. റബ്ബേ ഖൈറായ എല്ലാ വാതിലുകളും നീ ഫത്ഹ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവിനോട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ദുആ ഇറക്കുന്ന സമയത്ത് ഒരു 3 ഇദാ ജാഅ നസ്റുല്ലാഹ് ഓതിയിട്ട് ദുആ ഇറക്കുക. വലിയ ഫത്ഹ് ഉണ്ടാകും, വലിയ ഇജാബത്തുണ്ട്, നമ്മുടെ ദുആയ്ക്ക് വലിയ ഉത്തരം ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മൾ കണ്ണും കൊണ്ടും കാതുകൊണ്ടും ചെവി കൊണ്ടും അതുപോലെ നമ്മുടെ നാവ് കൊണ്ടും ഒക്കെ കൈകാലുകൾ കൊണ്ടൊക്കെ നമ്മൾ പോലും അറിയാതെ പല പാപങ്ങളും വന്നുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുമാറാകട്ടെ. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം, ഒന്ന് ശുദ്ധിയാക്കണം. റബ്ബിനോട് നമുക്ക് ദുആ ഇറക്കണം. ഏറ്റവും വലിയ ഇബാദത്താണ് ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നുള്ളത്. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുക, അത് വലിയ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി തങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം 70-ൽ കൂടുതൽ തവണ മുത്തുനബി തങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. എന്തിനാ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? നമ്മുടെ പാപം പൊറുക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാപമില്ലാത്ത ആളല്ലേ നബി തങ്ങൾ? പിന്നെ എന്തിനാ നബി തങ്ങൾ ചൊല്ലിയത്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യുർസിലി സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് നല്ല മഴ കിട്ടാനത് കാരണമാവും. നല്ല മഴ, ഷെറായ മഴയല്ല, മുസീബത്തുണ്ടാക്കുന്ന, ഭൂകമ്പം ഉണ്ടാക്കുന്ന, ഉരുൾപൊട്ടലുണ്ടാക്കുന്ന, വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന മഴയല്ല, മറിച്ച് ഖൈറായ മഴ കിട്ടാനത് കാരണമായി തീരും. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, നിങ്ങളുടെ തോട്ടങ്ങളും നിങ്ങളുടെ പുഴകളും അരുവികളും ഒക്കെ റാഹത്തായി ഒഴുകാൻ പറ്റിയ, റാഹത്തായി ഫലഭൂഷ്ടമുള്ള തോട്ടങ്ങൾ ലഭിക്കാൻ, കൃഷിയിടങ്ങൾ ലഭിക്കാൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്താനങ്ങൾ ലഭിക്കാൻ, നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കാനൊക്കെ കാരണമായി തീരും. അപ്പോൾ നമ്മുടെ പാപം പൊറുക്കുക എന്ന ഉദ്ദേശം മാത്രമല്ല നമുക്കുള്ളത്. നമ്മുടെ പാപം പൊറുക്കുക എന്നുള്ളത് ഒന്നാമത്തെ പടി, നമ്മുടെ പാപം പൊറുക്കണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ നമുക്ക് തുറന്നു കിട്ടണം. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ നമ്മുടെ കൽബിൽ നല്ല ചിന്ത വേണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം കുറച്ച് ഇസ്തിഗ്ഫാർ. എന്താണ് ഈ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ കൽബിൽ വേണ്ടത്? അള്ളാഹുവേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചൊല്ലുന്നത്, റബ്ബേ എൻ്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ. നമ്മൾ ഓരോ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോഴും നമ്മുടെ കൽബിൽ അതാണ് കരുതേണ്ടത്, റബ്ബേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്, എനിക്ക് നീ ഖൈറാത്തുകൾ നൽകണേ അല്ലാഹ്, സമ്പാദ്യം നൽകണേ റബ്ബേ, ഖൈറായ മഴ നൽകണേ അല്ലാഹ്, മുസീബത്തുകളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാഹ്, അല്ലാഹുവേ എനിക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് നൽകണേ. ഈ നല്ല നീയത്തോടു കൂടിയിട്ടാവണം നമ്മൾ ചൊല്ലേണ്ടത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 أستغفر الله العظيم 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ മാപ്പ് ചെയ്യണേ റഹ്മാനേ. സാധുക്കളായ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സകല വീഴ്ചകളും നീ പരിഹരിക്കണേ അല്ലാ. നിന്റെ വിശാലമായ ഖജനാവുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ, മക്കളിൽ, മാതാപിതാക്കളിൽ, വീടുകളിൽ, വാഹനങ്ങളിൽ, തൊഴിലുകളിൽ, ബിസിനസ്സുകളിൽ, പഠനങ്ങളിൽ റബ്ബേ, ഞങ്ങളുടെ സകല മേഖലകളിലും നീ ഖൈറും ബറക്കത്തും ചെയ്തു തരണേ അല്ലാ. സകല ശർറുകളെയും നീ തട്ടിമാറ്റണേ റബ്ബേ. അള്ളാഹു തൗഫീഖ് നൽകുമാറാട്ടെ. ജീവിതത്തിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. നമുക്ക് ഖൈറും ഷർറും റബ്ബാണ് നൽകുന്നത്. നമ്മൾ റബ്ബിനോട് നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് അടുപ്പിച്ചു തരാൻ ചോദിക്കണം. അള്ളാഹുവേ, ഖൈറാത്തുകൾ ഞങ്ങൾക്ക് നീ അടുപ്പിച്ച് നൽകണേ. എന്നാൽ ഖൈറ് ചെയ്യാൻ നമുക്ക് ആവതുണ്ടോ? നമുക്ക് സ്വന്തമായിട്ട് വല്ല കഴിവുണ്ടോ? നല്ലത് ചെയ്യാൻ, നല്ലത് മാത്രം ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് കഴിവൊന്നുമില്ല. റബ്ബ് നൽകണം. അപ്പോൾ റബ്ബിനോട് നമുക്ക് കഴിവ് നൽകാൻ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകാൻ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ, വാതിലുകൾ നമ്മളിലേക്ക് തുറന്നു കിട്ടാൻ, അവൻ നമുക്ക് സഹായിയാകാൻ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിനെ വിളിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. ഇൻഷാ അല്ലാ അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരു ദുആ, ഒരു ദിക്ർ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ അതുകൂടെ ചൊല്ലിയിട്ട് മുത്തുനബി തങ്ങളുടെ മദ്ഹ് ചൊല്ലി നമുക്ക് ദുആ ഇറക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതാണ് ആ ദുആ? ഏതാണ് ദിക്ർ? നമുക്കൊക്കെ അറിയാം, ഏറ്റു ചൊല്ലണം ഇൻഷാ അല്ലാ. لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوة إلا بالله العلي العظيم
لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് കണക്കാക്കിയതിൽ ഖൈറായ കാര്യങ്ങൾ മാത്രം ഞങ്ങളിലേക്ക് അടുപ്പിച്ചു നൽകണേ അല്ലാ. നബിതങ്ങളെ കാണാനുള്ള മഹാഭാഗ്യം ദുനിയാവിൽ വെച്ച് കിട്ടണോ? മരണസമയത്ത് മുത്തുനബി തങ്ങളുടെ മുഖം കണ്ട് മരണപ്പെടണോ? അതുപോലെ തന്നെ നാളെ മഹ്ശറിൽ ചെന്നു നിൽക്കുന്ന സമയത്ത് ആ പുന്നാര നബിതങ്ങളുടെ ഷഫാഅത്ത് ശുപാർശ ലഭിക്കണോ? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന വളരെ മഹത്തായ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചൊല്ലാം. നിങ്ങളൊക്കെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, കൂടെ ചൊല്ലണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. പുന്നാര നബി തങ്ങളുടെ പൂമുഖം കാണാതെ ഞങ്ങളെ നീ യാത്രയാക്കല്ലേ അല്ലാ. എല്ലാ ദിവസങ്ങളിലും നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത് ചൊല്ലുന്നത്. എന്താണ് ഈ ദിക്റിന്റെ പ്രത്യേകത എന്നറിയുമോ? മഹാന്മാരായ പ്രവാചകന്മാർ ചൊല്ലിയ ദിക്റാണ്, പ്രവാചകന്മാർ ചൊല്ലിയതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ മഹത്തായ അതിശ്രേഷ്ഠമായ ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.
ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏത് മേഖലയിലും എന്ത് പ്രയാസം വന്നാലും ഈ ദിക്ർ ചൊല്ലിയാൽ മതിയെന്ന്. എത്ര വലിയ കുടുസുള്ള പ്രയാസമുള്ള പ്രശ്നങ്ങളും ടെൻഷനിലുമാണ് നിങ്ങളെങ്കിലും ശരി, നിങ്ങളുടെ ടെൻഷനും പ്രയാസവും ഒക്കെ മഞ്ഞുരുകുന്നത് പോലെ ഒരുക്കിക്കളയാൻ ഈ ദിക്ർ ചൊല്ലിയാൽ മതി. നോക്കുങ്ങൾ, നബി തങ്ങൾ അത്രയേറെ ഉറപ്പോടുകൂടി പറഞ്ഞു തന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറില്ല പലപ്പോഴും. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമുക്ക് ചൊല്ലാം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ദിക്ർ, അവിടുന്ന് ചെയ്ത ദുആയുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടെ ചെല്ലാം. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്, പക്ഷേ ഇതിൻ്റെ പവർ എത്രയെന്നറിയോ? ഇതിൻ്റെ പവർ എത്രയുണ്ടെന്നറിയോ? നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യം നമ്മൾ മുൻനിർത്തിയിട്ട് റബ്ബിൻ്റെ മുമ്പിൽ ഈ ദിക്ർ ചൊല്ലി എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയേറെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ എൻ്റെ ഈ പ്രശ്നം നീ പരിഹരിച്ച് നൽകണം, അള്ളാഹ് എൻ്റെ ഈ വിഷമം നീ തീർത്തു തരണേ അള്ളാഹ്. ആ പ്രയാസം പിന്നെ നോക്കിയേ വേണ്ട, അത് പരിഹരിച്ച് കിട്ടുക തന്നെ ചെയ്യും. എത്ര വലിയ മല പോലെയുള്ളതാണെങ്കിലും ശരി, എത്ര വലിയ ടെൻഷൻ അടുപ്പിക്കുന്നതാണെങ്കിലും ശരി, ആ പ്രയാസം പറ്റെ തീർന്നു കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ. ഏതാണ് ആ ദിക്ർ? മഹാന്മാർ ചൊല്ലിയ, അമ്പിയാക്കൾ ചൊല്ലിയ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന, മുത്തുനബി തങ്ങൾ നിങ്ങൾ ഒരുപാട് ചൊല്ലണേ എന്ന് പഠിപ്പിച്ചു തന്ന ആ ദിക്ർ ഇൻഷാ അല്ലാഹ് ഒന്ന് കൂടെ ചൊല്ലിക്കൂടെ? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഞങ്ങൾ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ടോ റബ്ബേ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ നിൻ്റെ പാവങ്ങളായ അടിമകളാണല്ലോ റഹ്മാനെ. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നമ്മൾ അവൻ്റെ അടിമയാണ് എന്ന് പറയുന്നു. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹു നമ്മുടെ റബ്ബാണ്. അള്ളാഹുവിനെ റബ്ബേ എന്ന് വിളിക്കൽ, യജമാനനായ റബ്ബിനെ അള്ളാഹ് നീ റബ്ബേ അള്ളാഹുവേ എന്നൊക്കെ വിളിക്കൽ റബ്ബിന് വലിയ ഇഷ്ടമാണ്. നമുക്ക് പക്ഷേ വിളിക്കാൻ സമയമില്ല. എന്ത് കാരണം? റബ്ബിനെ പറ്റി ഒരു പേടി, നമ്മുടെ ഖൽബിൽ അള്ളാഹുവിനെ പറ്റി ഒരു ചിന്തയില്ലാത്തതുകൊണ്ടാണ്. നമ്മളൊക്കെ എത്രയോ തെറ്റ് ചെയ്തിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റൊക്കെ മറച്ചു വെക്കണില്ലേ? അള്ളാഹു എത്ര വലിയ കാരുണ്യവാനാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റൊക്കെ അള്ളാഹു മറച്ചു വെക്കണുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന തെറ്റൊക്കെ പുറമെ കാണുകയായിരുന്നെങ്കിൽ, മറ്റുള്ളവരെ അറിയുകയായിരുന്നെങ്കിൽ എത്ര നികൃഷ്ടനായിരിക്കും നമ്മളൊക്കെ. നമ്മുടെ ജീവിതമൊക്കെ എത്ര മോശത്തരമായിരിക്കും. അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. എന്നെങ്കിലും ഒരു ദിവസം ഈ ലോകം വിട്ട് നമ്മൾ പോകേണ്ടി വരും. നമ്മൾ ചെന്ന് കിടക്കേണ്ട ഖബറുണ്ടല്ലോ, നമ്മൾ കിടക്കേണ്ട ഖബർ 6 അടി മണ്ണിൽ ആരോരുമില്ലാത്ത ആ മണ്ണറയിൽ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ.
മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് ഫാന അതുമാത്രമല്ലതിലെപ്പോഴും വഹദാന മണ്ണിൻ്റെ തലയിണയാണതിൽ നിനക്കുള്ളത് ഞെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത് ചിതലും പുഴുക്കൾ താവളം പേരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ചിതലും പുഴുക്കളും അടങ്ങിയ ആ മണ്ണറ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ അവിടേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ലൈറ്റോ വെളിച്ചമോ ഫാനോ AC യോ ഒന്നുമില്ല. ഇരുൾ മുറ്റിയ 2 മതിലുകൾക്കിടയിൽ 6 അടി മണ്ണിൽ നമ്മയും വെച്ച് മൂടുകല്ല് വെച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് നമുക്ക് കൂട്ടായിട്ട്, നമുക്ക് വെളിച്ചമായിട്ട്, നമുക്ക് എയർ കണ്ടീഷനായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ദിക്റും ദുആയും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള അവസരം ദുനിയാവിൽ വെച്ച് നൽകുകയാണ്. എന്ത്? നിങ്ങളുടെ ഖബറിലേക്കുള്ള വെളിച്ചം നിങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കണം. നിങ്ങളുടെ ഖബറിലേക്കുള്ള ഫാനും ലൈറ്റും നിങ്ങൾ ഇവിടുന്ന് സൃഷ്ടിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. നിങ്ങളുടെ ഖബറിലേക്കുള്ള എയർ കണ്ടീഷൻ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് വേണം അവിടേക്ക് പോകാൻ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ പറയുന്നുണ്ട് സ്വഹാബത്ത്. അവിടുത്തെ നീളമുള്ള താടി രോമത്തിലൂടെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുമായിരുന്നു, കണ്ണീർ തുള്ളികൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ഖബർ എന്ന് കേൾക്കുമ്പോൾ, ഖബർ കാണുമ്പോൾ തങ്ങൾ എന്താണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? മഹ്ശറിനെ പറ്റി പറയുമ്പോഴോ, നരകത്തെ പറ്റി പറയുമ്പോഴോ, അള്ളാഹുവിന്റെ വലിയ അദാബുകൾ പറയുമ്പോഴോ തങ്ങൾക്ക് ഈ കരച്ചിലു കാണാറില്ലല്ലോ, ഇത്രയേറെ വിഷമിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഖബർ കാണുമ്പോൾ എന്തിനാണ് തങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മറുപടി, അല്ലയോ സ്വഹാബ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ കിടക്കുന്ന ഖബർ ഉണ്ടല്ലോ, ഈ പോകാനുള്ള ഖബർ, ഈ ഉസ്മാനും മരണപ്പെട്ടാൽ ഉസ്മാനും പോകേണ്ട ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഈ വീട്, ഈ ഖബർ. ആരെങ്കിലും ഒരാൾ ഈ ഖബറിൽ അങ്ങ് രക്ഷപ്പെട്ടാൽ ആഖിറം മുഴുവൻ അയാൾ രക്ഷപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആരെങ്കിലും ഒരാൾ, കേൾക്കണേ, ആരെങ്കിലും ഒരാൾ ഈ ഖബറിലെങ്ങാനും പിടിച്ചു നിർത്തപ്പെട്ടാൽ ബാക്കിയുള്ള ജീവിതം മുഴുവൻ അവൻ പരാജയപ്പെടുമേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ തങ്ങൾ ഇത് പറഞ്ഞിട്ട് കരയുക. ഖബർ രക്ഷപ്പെട്ടു കിട്ടാൻ, ആഖിറം രക്ഷപ്പെട്ടു കിട്ടാൻ, അതുപോലെ നരകത്തെ തൊട്ട് കാവൽ തേടാനൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് എപ്പോഴും ചെയ്തിരുന്ന ഒരു ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ചൊല്ലാം. നമുക്ക് ആ ദുആ ഒന്ന് ചെയ്യാം. കാരണം എന്തേ? മുത്തുനബി തങ്ങൾ എപ്പോഴും ചെയ്യുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ ജീവിതകാലം മുഴുവൻ ചെയ്യണ്ടേ? അവിടുന്ന് ചെയ്തതിനേക്കാൾ എത്രയോ കൂടുതൽ നമ്മൾ ചെയ്യണം. കാരണം നബി തങ്ങൾ ഒരു പാപവും ചെയ്യാത്തവരാണ്, അവിടുത്തേക്ക് ഒരു പേടിയും വേണ്ട. പക്ഷേ അവിടുന്ന് എപ്പോഴും കാവൽ തേടുമായിരുന്നു, അവിടുന്ന് എപ്പോഴും ദുആ ഇറക്കുമായിരുന്നു. നമുക്കും ഇൻഷാ അല്ലാഹ് ആ ദുആ ഒന്ന് ഏറ്റുചൊല്ലാം. ചൊല്ലിക്കോളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിന്നാർ വഫിത്നത്തിന്നാർ വഫിത്നത്തിൽ ഖബർ വഅദാബിൽ ഖബർ. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ
أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار അല്ലാഹുവേ നരകത്തിന്റെ അദാബിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ നിന്നോട് ഞാൻ കാവൽ തേടുന്നു റബ്ബേ വഫിത്നത്തിന്നാർ നരകത്തിന്റെ ഫിത്നയെ തൊട്ട് കാവൽ തേടുന്നു അല്ലാ വഫിത്നത്തിൽ ഖബർ ഖബറിന്റെ ഫിത്നയെ തൊട്ട് കാവൽ തേടുന്നു അല്ലാ വഅദാബിൽ ഖബർ ഖബറിന്റെ അദാബിനെ തൊട്ട് കാവൽ തേടുന്നു അല്ലാ ഈ ആശയം വരുന്ന ദിക്റാണ് ദുആയാണ് നമ്മൾ ചൊല്ലിയത്. അപ്പോൾ ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് എപ്പോഴും ചൊല്ലാനുള്ളതാ, എപ്പോഴും നമ്മൾ ചൊല്ലണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫിത്നകളൊക്കെ നമുക്ക് മാറിക്കിട്ടണം, നമ്മൾ രക്ഷപ്പെടണം. നാളെ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുവോളം നമുക്ക് ബേജാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മുത്തുനബി തങ്ങളെ നമുക്ക് കാണണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ കടക്കണ്ടേ? നബി തങ്ങളുടെ കയ്യിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കണ്ടേ? അവിടുത്തെ ശുപാർശ ഷഫാഅത്ത് ലഭിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയം മുത്തുനബി തങ്ങളെ കാണിക്കുമ്പോൾ ഇതെൻ്റെ നേതാവായ മുത്തുനബി തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് സന്തോഷപ്പെടാൻ നമുക്ക് അവസരം ലഭിക്കണ്ടേ? അവിടുത്തെ കാണുമ്പോൾ സലാം പറയാൻ ഭാഗ്യം കിട്ടണ്ടേ? മരണസമയത്ത് നബി തങ്ങളുടെ പുന്നാര പൂമുഖം കാണണ്ടേ? ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ അറിയുന്ന ഈ ബൈത്ത്, മഹത്തായ ബൈത്ത്, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ മൗലിദിൽ ഏറ്റവും ആദ്യമായി കൊണ്ടുവന്ന പവർഫുള്ളായ ബൈത്ത്, നബി തങ്ങളോട് സലാത്ത് പറയുക, നബി തങ്ങളോട് സലാം പറയുന്ന ഈ ബൈത്ത് നമുക്കൊക്കെ അറിയാം. ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്നവരാണ്, കൂടെ ചൊല്ലണം ഇൻഷാ അല്ലാഹ്. അത് ചൊല്ലി നബി തങ്ങളെ തവസ്സുലാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് റബ്ബിനോട് ദുആ ഇറക്കാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചെല്ലാം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ കൂടെ ചൊല്ലുക ഇൻഷാ അല്ലാഹ്. അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبتحي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي أنت أم أم أبون ما رأينا فيهما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي
على الرسول الشفيع الأبتحي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول أبتحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وهلنا إن ضاع يا سيدي خير النبي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي اللهم صل وسلم وبارك عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഫാത്തിഹ ഓതി ഇഖ്ലാസ് മുഅവ്വിദതൈൻ ഓതി ദുആ ഇറക്കാം. ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മിൽ നിന്നൊക്കെ മൺമറഞ്ഞു പോയ നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ ആരൊക്കെ ഉണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആ ഹലറാത്തിലേക്ക്, അർവാഹിലേക്ക് നമ്മൾ ഈ ഓതുന്നതിൻ്റെ ചൊല്ലിയതിൻ്റെ ഒക്കെ മിസ്ല സവാബ് എത്തിച്ചു കൊടുക്കുമാറാട്ടെ. അപ്പം എല്ലാവരെയും മനസ്സിൽ കരുതിക്കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഫലസ്തീനിലെ മുഅ്മിനീങ്ങളായ മക്കൾ, അതുപോലെ തന്നെ നമ്മുടെ വയനാട് ഈ അടുത്ത ദിവസം മൺമറഞ്ഞു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരെയും കൽബിൽ കരുതിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിട പറഞ്ഞ് നമ്മുടെ പള്ളി പരിസരങ്ങളിലൊക്കെ അന്തിയുറങ്ങുന്ന നമ്മുടെ മുന്നോറുകളായവർ, അവരൊക്കെ ഖബറിൽ ഒറ്റയ്ക്കാണ്, അവർക്ക് ആരുമില്ല കൂട്ടിന്. അപ്പോൾ അവരിലേക്ക് നമുക്ക് ഈ ഹദിയകൾ എത്തിച്ചു കൊടുത്താൽ നാളെ നമുക്കും ഖബറിൽ കിടക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഓതും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എല്ലാ മരണപ്പെട്ട മുഅ്മിനീങ്ങളെയും കൽബിൽ കരുതിക്കൊണ്ട് അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين غفاراയ ഖാലിഖായ റാസിഖായ ലത്തീഫായ റഹ്മാനെ, സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ ഖുർആൻ നീ കബൂലാക്കണേ അല്ലാ. ചൊല്ലിയ തഹ്ലീലുകൾ, സ്വലവാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ, മദ്ഹുകൾ, മനാഖിബുകൾ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. പുന്നാര നബി തങ്ങളുടെ ദർബാറിലേക്ക് ഞങ്ങളുടെ മജ്ലിസ് നീ കാണിക്കണേ അല്ലാ. അവിടുന്ന് പൊരുത്തപ്പെടുന്ന ഉമ്മത്തികളിൽ ഞങ്ങളെയൊക്കെ നീ ചേർത്തു തരണേ റഹ്മാനെ. അവിടുത്തെ ശഫാഅത്ത്
ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അവിടുത്തെ തിരുനോട്ടം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാർ, വീട്, വാഹനങ്ങൾ, തൊഴിലുകൾ, ബിസിനസ്സുകൾ, പഠനങ്ങൾ, റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ മേഖലകളും ഞങ്ങളുടെ സംരംഭങ്ങളെല്ലാം നീ വിജയത്തിലും ഫതഹിലും ബറക്കത്തിലുമാക്കണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. ദോഷങ്ങൾ മാപ്പ് ചെയ്യണേ അല്ലാ. രോഗികളുണ്ട് റബ്ബേ, ശമനം നൽകണേ അല്ലാ. എത്രയോ മുഅ്മിനീങ്ങൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, സഹോദരങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ശമനം നൽകണേ അല്ലാ. കടബാധ്യതകൾ തീർത്തു തരണേ റഹ്മാനെ. വിഷമങ്ങൾ മാറ്റണേ അല്ലാ. സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ജോലി സംബന്ധമായ മുഴുവൻ വിഷയങ്ങളും വിഷമങ്ങളും തീർത്തു തരണേ അല്ലാ. സാമ്പത്തികമായ സകല ടെൻഷനുകളും മാറ്റിത്തരണേ അല്ലാ. ശാരീരികമായ സകല ബുദ്ധിമുട്ടുകളും നീക്കണേ അല്ലാ. കുടുംബപരമായ സകല ഇടങ്ങേറുകളും പരിഹരിക്കണേ റഹ്മാനെ. റബ്ബേ, ദാമ്പത്യ ജീവിതം ഖൈറിലാക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. ഖൈറായ സന്താനങ്ങളെ നൽകണേ അല്ലാ. ഇരുലോകത്തും ഉപകരിക്കുന്നവരാക്കി തരണേ റഹ്മാനെ. ദുആ വസിയ്യത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ റബ്ബേ, അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ എല്ലാ കാര്യങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. ഓരോരുത്തർക്ക് ഓരോ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളാണ്. എല്ലാം നീ സലാമത്താക്കണേ റബ്ബേ. റബ്ബേ, ഞങ്ങൾ മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, ഈ അടുത്തൊക്കെ ഞങ്ങളിൽ വിട പറഞ്ഞു പോയ, ദുരന്തങ്ങളിൽ പെട്ട് മൺമറഞ്ഞു പോയ മുഅ്മിനീകൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. ഖബർ രക്ഷപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. റബ്ബേ, സലാമത്ത് നൽകണേ അല്ലാ. ഖബർ സ്വർഗമാക്കണേ അല്ലാ. നാളെ മരിച്ച് ഞങ്ങളും മാറടി മണ്ണിൽ കിടക്കുന്ന സമയം ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കുന്ന നല്ല മക്കളെ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ അല്ലാ. റബ്ബേ, മുത്തുനബി തങ്ങൾ നിന്നോട് ചോദിച്ച സകല ഖൈറാത്തുകളെയും ഞങ്ങൾ ചോദിക്കുന്നു റഹ്മാനെ. കാവൽ തേടിയ മുഴുവൻ ശർറ് ബലാ മുസീബാത്തുകളിൽ നിന്നും ഞങ്ങൾ കാവൽ തേടുന്നു അല്ലാ. ഞങ്ങളുടെ ജീവിതം ഖൈറിലാക്കണേ റഹ്മാനെ. മരണവും ഖൈറിലാക്കണേ അല്ലാ. നാളെ മഹ്ശറിൽ വരുമ്പോൾ റബ്ബേ, നിന്റെ സ്വാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെ നീ ചേർത്ത് തരണേ അല്ലാ. അവസാനം ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങളൊക്കെ യാത്ര പറയുന്ന സമയം കാമിലായ ഈമാനോടെ മുത്തുനബി തങ്ങളുടെ മുനവ്വറായ വജ്ഹ് കണ്ട് ആഖിബത്ത് നന്നായി പരിശുദ്ധ കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് യാത്ര പറയാൻ നീ ആവതാക്കണേ അല്ലാ. ആ നബി തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ ഒന്ന് ഒരുമിച്ച് കൂട്ടിത്തരണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല സയ്യിദനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കണം. ദുആ ഇറക്കാൻ നമുക്കൊക്കെ ഒരുമിച്ച് നിങ്ങളുടെ ആമീൻ കൊണ്ട് നമ്മുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കണം എന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹുവെ സ്വീകരിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കണം. എല്ലാ മജ്ലിസുകളിലും നിങ്ങൾ പങ്കെടുക്കണം. അല്ലാഹു നമ്മുടെയൊക്കെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ കണ്ടുമുട്ടാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.